തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ CPM-ഉം കത്തോലിക്ക സഭയും പരസ്യ യുദ്ധത്തിലേക്ക്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പളാനിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ വിമർശനമാണ് തുറന്ന പോരിലേക്ക് എത്തിയത്. MV ഗോവിന്ദനെ കടന്നാക്രമിച്ച് കത്തോലിക്ക സഭാ നേതൃത്വം രംഗത്ത് വന്നു. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം പമ്പളാനി അപ്പോഞ്ഞിട്ടി അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറൊരു വിവരം. ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു. അപ്പോൾ വീണ്ടും മാറ്റാൻ തുടങ്ങി. മൈക്ക് കാണുമ്പോൾ, മുമ്പിൽ കുറച്ച് ജനങ്ങളെ കാണുമ്പോൾ നിലവിട്ട് സംസാരിക്കരുത്. ഗോവിന്ദ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ പൊസിഷനിലിരിക്കുന്ന ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അരുൺ പൂപ്പറമ്പയും ശ്രീത്തും ചേരുന്നു. അരുണിലേക്ക് ആദ്യം. അരുൺ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ, ഒരു മുൻ മന്ത്രിയെ ഒരു ബലാത്സംഗ കൊലപാതക കേസ് പ്രതിയുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുക എന്ത് വിയോജിപ്പിന്റെ പുറത്താണെങ്കിലും ശരിയാണോ എന്നത് പറയുന്നവർ ആലോചിക്കട്ടെ. അരുൺ, എന്തായാലും ആ തർക്കം MV ഗോവിന്ദൻ മാഷ് തുടങ്ങി വെച്ച ആ തർക്കം അത് കൂടുതൽ രൂക്ഷമാവുന്നു എന്നർത്ഥം ആ പ്രതികരണത്തിലുണ്ടോ, ആ കടന്ന പ്രതികരണത്തിലുണ്ടോ അരുൺ? ആഷ്മി, ഇതിൽ ഈ കന്യാസ്ത്രീകൾ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഘട്ടത്തിൽ തന്നെ CPIM ഈ സഭാ നേതൃത്വത്തിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ സമീപകാലത്ത് BJPയും അതോടൊപ്പം തന്നെ ഈ സംഘപരിവാർ ശക്തികളും ഈ ഒരു വിഭാഗം സഭാ നേതൃത്വങ്ങളെ നേരിൽ കണ്ട് ചർച്ച ചെയ്യുകയും അവർ കേക്ക് കൈമാറുക, അങ്ങനെ സൗഹൃദം പങ്കിടുന്ന ഒരു സാഹചര്യം. അതിൽ ഈ ഛത്തീസ്ഗഡിലെ സംഭവത്തിന് ശേഷമെങ്കിലും ഇത്തരം ചർച്ചകൾ നടത്തുന്ന ഒരു വിഭാഗം സഭാ നേതൃത്വം അതിൽ പുനർചിന്തനം നടത്തണം എന്നായിരുന്നു CPIM രാഷ്ട്രീയമായ ആ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ CPIM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ അവർ ജയിൽ മോചിതരായ ശേഷം ഈ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷാ ഉൾപ്പെടെ ഉള്ളവരെ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബിഷപ്പ് പാംബ്ലാനിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അത് വിമർശനത്തിന് വിധേയമായിരുന്നു. ആ ഘട്ടത്തിലും ഇടത് സൈബർ ഇടങ്ങളിലും ഇടത് നേതാക്കളും അതിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ അല്പം കൂടി കടന്നാണ് ഈ കാര്യങ്ങളിൽ ഈ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് തലശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെ ആ കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ കൃത്യമായൊരു പുനർചിന്തനം നടത്തണം എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ഓർമ്മപ്പെടുത്തിയത്. അതിൽ പറഞ്ഞതൊരു തികഞ്ഞ അവസരവാദിയെ പോലെയാണ് തലശ്ശേരി ബിഷപ്പ് സംസാരിച്ചത്, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്തിയത് എന്നതായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നലെ ഉണ്ടായിരുന്ന വിമർശനം. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ BJP വിമർശിക്കുന്നു, പക്ഷേ അതേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനം സഹായിച്ചു, അതുകൊണ്ട് ജയിൽ മോചിതരായി എന്ന് പറയുന്നത് അവസരവാദമാണ് എന്ന തരത്തിൽ രാഷ്ട്രീയമായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതിനെ സഭാ നേതൃത്വം അല്ലെങ്കിൽ തലശ്ശേരി അതിരൂപത അതിരൂക്ഷമായ രീതിയിലാണ് വിമർശിച്ചത്. ഇന്നലെ തന്നെ അത് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഇന്നിപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞിട്ടുള്ള പ്രതികരണം അത് അല്പം കൂടി കടന്നുപോയി എന്നൊരു അഭിപ്രായം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഗോവിന്ദച്ചാമിയൊക്കെ താരതമ്യപ്പെടുത്തിയുള്ള പ്രതികരണം എന്തായാലും ഉണ്ടായി. ഈ പോരെന്തായാലും ശക്തമായി തുടരുകയാണ്. ഇതിൽ CPIM നേതൃത്വം ഇതിനെ ഏത് രീതിയിൽ ഇനി പ്രതികരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായും അതിലെ വിയോജിപ്പ് പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ കേരളം അറക്കുന്ന ഒരു ബലാത്സംഗ കൊലപാതക കേസ് പ്രതിയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യൽ ചുരുക്കി പറഞ്ഞാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ തെറ്റാണ്, പിഴവാണ്. ശ്രീത്ത് കൂടി ചേരുന്നു. ശ്രീത്ത്, ഇവിടെ നേരത്തെ മന്ത്രി V ശിവൻകുട്ടിയും നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ പ്രാർത്ഥിച്ചാൽ മാത്രം അതിന് പരിഹാരം ഉണ്ടാവില്ല, ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ ഈ പറയുന്ന ആൾക്കാർക്ക് ഭയം എന്തിനാണ് എന്ന് മന്ത്രി V ശിവൻകുട്ടി ചോദിച്ചതാണ്. അപ്പോഴും CPIM മറ്റു നേതാക്കൾ ആ അർത്ഥത്തിൽ സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് പാംബ്ലാനെ ഫോക്കസ് ചെയ്ത് മാത്രവുമായിരുന്നു. അത് ആ തർക്കം ഏത് എക്സ്റ്റെൻഡിൽ പോകും എന്ന് മനസ്സിലാക്കണം ശ്രീത്. ഹാഷ്മി, ഇതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പാംബ്ലാനിക്കെതിരെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വന്നത്. അവിടെ നടത്തിയൊരു വിശദീകരണ യോഗത്തിൽ കടുത്ത വിമർശനങ്ങൾ നടത്തിയത്. കാരണം
ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ രാജ്യത്തെമ്പാടും ആക്രമിക്കപ്പെടുമ്പോഴും ഇപ്പോഴും സംഘപരിവാറിനോട് ഒരു മൃദു സമീപനം പുലർത്തുന്ന ചില മതമേലധ്യക്ഷന്മാരെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിലുണ്ട്. അവർ ഇത്തരത്തിലുള്ള ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന വിലയാണ് ഇതര സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിലൂടെ അതിനുള്ള വില കൊടുക്കേണ്ടി വരുന്നുവെന്നാണ് CPM ആരോപിക്കുന്നത്. അപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റിന് ശേഷവും സംഘപരിവാറിനോട് ഒരു മൃദു സമീപനം സ്വീകരിച്ച് പാംബ്ലാനിയുടെ നയം തുറന്നു കാട്ടുക എന്നത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന് CPM കരുതുന്നു. ഇത് നേരത്തെ മുസ്ലിം സമുദായത്തിലും സമാനമായ രീതിയിൽ CPM ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിനോട് ഇപ്പോഴും ഈ ഹീനമായ ആക്രമണങ്ങൾ നേരിടുമ്പോഴും സംഘപരിവാറിനോട് ആഭിമുഖ്യം പുലർത്തുകയാണ് ചില മതമേലധ്യക്ഷന്മാർ. അതുകൊണ്ട് വിശ്വാസികൾ നിങ്ങൾ ഈ വഴിക്കല്ല പോകേണ്ടത് എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധവൽക്കരണ പരിപാടി കൂടിയാണ് CPMന്റെ ഇടപെടലെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മുസ്ലിം സമുദായത്തിൽ നടത്തിയിരുന്നു. തീവ്രശക്തികളുമായി മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ കൂട്ടുചേരുന്നു. അത് സമുദായത്തിനാകെ ആപത്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നടത്തിയ ഇടപെടലിന് സമാനമായൊരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഹാഷിം സൂചിപ്പിച്ച പോലെ അതിന് ഉപയോഗിക്കുന്ന ഭാഷയും താരതമ്യവും കേരളം അറപ്പോടെ മാത്രം വീക്ഷിക്കുന്ന ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനലിനോടൊക്കെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി താരതമ്യം ചെയ്യുന്നത് ശുദ്ധമായ അബദ്ധമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അത് അക്ഷന്തവ്യമായ തെറ്റ് മാത്രമാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ തവണ വാർത്തയുടെ വിവരം നൽകിയത് അത് ഇപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് മാത്രമല്ല, അത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവട്ടെ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവട്ടെ, ഏതെങ്കിലും കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാവട്ടെ, അധ്യക്ഷന്മാരെ ഒരു ക്രിമിനലോടൊന്നും ചേർക്കൽ മര്യാദയല്ല, മാന്യതയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.